ഇന്ന് പരീക്ഷാ ഭേദഗതി ബിൽ രാജ്യസഭയിൽ വരുന്ന ദിവസമാണ്. എന്തായാലും ഈ ചർച്ചയോട് പൂർണ്ണമായും സഹകരിക്കും എന്നായിരുന്നു പ്രതിപക്ഷം നേരത്തെ അറിയിച്ചിരുന്നത്. ഈ പ്രതിപക്ഷ കക്ഷികൾ സംസാരിക്കുമ്പോൾ പോലും പ്രതിപക്ഷം പൂർണ്ണമായും സഭ നടപടികൾ തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ സഭയിൽ ബഹളം വയ്ക്കുന്ന ഒരു നടപടി ഇപ്പോഴും തുടരുകയാണ്. ലോക്സഭ 2 മണിവരെ നിർത്തിവെച്ചപ്പോൾ രാജ്യസഭയിൽ നടപടിക്രമങ്ങൾ ഈ ബഹളത്തിനിടയിലും പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. നന്ദഗോപൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. നന്ദൻ, ഒരു തരത്തിലും ഒരു ആരോഗ്യകരമായ ചർച്ചകൾ നടക്കരുത് എന്ന ഒരു ദുർഭാഷയിൽ തന്നെയാണ് പ്രതിപക്ഷം. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നും സഭയിൽ ബഹളം തന്നെയാണ്. പറയൂ, ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? രാഖി, ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ, അതായത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകേണ്ട ഒട്ടനവധി ചർച്ചകൾ നടക്കേണ്ട വേദിയാണ്. എന്നാൽ അകാരണമായി പ്രതിപക്ഷം സഭാ നടപടികൾ സ്തംഭിപ്പിക്കുകയാണ് കഴിഞ്ഞ കുറേ നാളുകളായി എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. 20-ാം തീയതി സഭാ നടപടികൾ ആരംഭിച്ച അന്നു മുതൽ തന്നെ പ്രതിപക്ഷം സഭാ നടപടികൾ സ്തംഭിപ്പിക്കാൻ നോക്കുകയാണ്. ഇന്നിപ്പോൾ രാവിലെ 11 മണിക്ക് ലോക്സഭ ചേർന്നപ്പോൾ തന്നെ പ്രതിപക്ഷം സഭ സ്തംഭിപ്പിക്കുകയായിരുന്നു. തുടർന്ന് 2 മണിവരെ സഭ നിർത്തിവെക്കേണ്ടി വന്നു. അതേസമയം രാജ്യസഭയിലും പ്രതിപക്ഷം ബഹളം വെക്കുകയാണ്. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങിയാണ് ബഹളം വെക്കുന്നത്. ഈ CJPയുടെ, അതായത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ നടന്ന അക്രമ സമരവുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടികളിൽ ചർച്ച വേണം, ആഭ്യന്തരമന്ത്രി മറുപടി പറയണം എന്നുള്ളതാണ് പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആവശ്യം. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ലോക്സഭയിലും രാജ്യസഭയിലും ഒരേപോലെ ബഹളം ഉയർത്തുന്നത്. രാജ്യസഭാ നടപടികൾ ഈ ബഹളത്തിനിടയിലും തുടരുന്നുണ്ട്. ഇന്നിപ്പോൾ പരീക്ഷാ ഭേദഗതി ബിൽ രാജ്യസഭ ഉച്ചയ്ക്ക് പരിഗണിക്കുന്നുണ്ട്. ആ വേളയിൽ പ്രതിപക്ഷം എത്രമാത്രം ഇതിനോട് സഹകരിക്കുമെന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഇന്നലെ ലോക്സഭയിൽ ഇതുമായി ബന്ധപ്പെട്ട്, പരീക്ഷാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് 6 മണിക്കൂർ നേരം ചർച്ച നടന്നപ്പോൾ അതിൽ പ്രതിപക്ഷം സഹകരിക്കുകയും പ്രതിപക്ഷം അതിൽ ചർച്ചയിൽ പങ്കാളികളാകുകയും ചെയ്തു. ഒടുവിൽ ശബ്ദ വോട്ടോടുകൂടിയാണ് ലോക്സഭയിൽ ബില്ല് പാസ്സായത്. ഇന്നിപ്പോൾ രാജ്യസഭയിലും വലിയ രീതിയിലുള്ള പ്രതിപക്ഷ ബഹളം രാവിലെ ആരംഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായി ബില്ല് അവതരണമടക്കമുള്ള സമയങ്ങളിൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും ഇത്തരം അനാസ്ഥയുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെയെങ്കിൽ രാജ്യസഭയിലും ശബ്ദ വോട്ടോടുകൂടി ഈ പരീക്ഷാ ഭേദഗതി ബിൽ പാസ്സാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വന്ദേമാതരം ബില്ല് ഇതിനോടകം തന്നെ രാജ്യസഭ പാസ്സാക്കി. ഇനി അത് ലോക്സഭയുടെ പരിഗണനയ്ക്ക് വരേണ്ടിയിരിക്കുന്നു. അതേസമയം പ്രതിപക്ഷം പുലർത്തുന്ന ഇത്തരം നിലപാടുകളാണ് ലോക്സഭയിലേക്കും ഈ ബില്ല് വരുവാനുള്ള ഒരു കാലതാമസം എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ല് ലോക്സഭയുടെയും രാജ്യസഭയുടെയും പരിഗണനയ്ക്ക് വരാനിരിക്കുന്നത് FCRA ബില്ലാണ്. അതായത് രാജ്യത്തെ NGOകൾ വിദേശ നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ വിദേശ സംഭാവനകൾ സ്വീകരിക്കുമ്പോൾ പാലിക്കേണ്ട നിയമവുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ബില്ല് കൂടി രാജ്യസഭയുടെയും ലോകസഭയുടെയും പരിഗണനയ്ക്ക് വരാനിരിക്കുന്നു. ഏതായാലും പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഉടനീളം ഇത്തരത്തിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ബഹളമുയർത്തി ക്രിയാത്മകമായിട്ടുള്ള ചർച്ചകൾ നടക്കേണ്ട വേദിയെ അസ്ഥിരപ്പെടുത്തുവാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ശരി, ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധം തന്നെയാണ്. സഭാ നടപടികൾ അലങ്കോലപ്പെടുത്തുകയാണ് പ്രതിപക്ഷം. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് നന്ദനാണ്.